അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേട്ടാർ അയ്യു ദുആഉ അസ്മാഉ. നബിയെ, ദുആക്ക് ഇജാബത്ത് കിട്ടുക ഏറ്റവും നല്ല സമയം ഏത് നബിയെ? നാളെ ദുആ കബൂലാവുക ഏറ്റവും നല്ല സമയം ഏത് നബിയെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ത് ജൗഫൽ ലൈൽ പാതിരാജാവു അള്ളാഹുട്ട് കേൾക്കടതായ ദുആ, ആ ദുആക്ക് ഉത്തരം കിട്ടുക യാറെ ചാൻസുണ്ട്. അപ്പോൾ ജാവ് എണിച്ചിട്ട് തഹജ്ജുദ് എണിക്കണം. ഞങ്ങളെ കഷ്ടത്തെല്ലാം റബ്ബിടെ മുന്നിൽ വെച്ചിട്ട് ദുആ ഇറക്കണം. ഏത് കഷ്ടമെങ്കിലും അത് പരിഹരിച്ച് കിട്ടുക ചെല്ലതിൽ സംശയമില്ല. അതുപോലെ എല്ലാ നിസ്കാരത്തിൽ പിന്നെ ദുആ ഇറക്കണതായ ദുആ, ആ ദുആത്തും ഉത്തരം കിട്ടുക യാറെ ചാൻസുണ്ട്. ഇന്നൊരു ഹദീസിൽ കാണുന്നത് അദ്ദുആഉ ബൈനൽ അദാനൈനി ലാ യുറദ്ദു. ബാങ്ക് ഇഖാമത്തിൻ്റെ ഇടയിൽ ദുആ ഇറക്കണതായ ദുആ അതിനും തള്ളപ്പെടില്ല. ബാങ്കായാൽ പിന്നെ ഇഖാമത്ത് കൊടുക്കുന്ന ഇടയിൽ ഉള്ള ആ ചെറിയ ടൈമും അപ്പം ദുആ ഇറക്കുമോ നമുക്ക് സമയം കണ്ടെത്തിയിട്ടാണെങ്കിൽ ആ ദുആത്തെ അള്ളാഹു എന്താവല്ല തള്ളിക്കളയല്ല. അപ്പോൾ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുആ ചെല്ലുന്നതിനാലെ പ്രധാനപ്പെട്ട ഒരു അസ്ത്രമായിട്ട് ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട അസ്ത്രം. അപ്പോൾ ഈ ദുആ ചെല്ലുന്ന ഈ ആയുധം കൊണ്ടു നമുക്ക് ആവശ്യമുള്ള എന്തെല്ലാം നമുക്ക് വേണം, ദുനിയാവോടും ആഖിറത്തെ വിഷയത്തെല്ലാം അള്ളാഹുവിൻ്റെ നമുക്ക് എടുക്കാവുള്ളൂ, കേട്ടിട്ടെടുക്കാം. അതൊക്കെ പ്രത്യേകമായ സമയമായിട്ട് പാതിരാജാവും ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്ക യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട്ട ഞങ്ങൾക്ക് ഞങ്ങൾ ആക്കിയതായ അചാതുര്യത്ത് ഞങ്ങൾക്ക് മെയിനായിട്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം ചൊല്ലുമ്പോൾ സൗഫ അസ്തഗ്ഫിറു ലക്കും, ഞാൻ നിങ്ങൾക്ക് മെയിനായിട്ട് ദ്വാരക്കിടാൻ ചെന്ന് ഈ ചെന്നത് എവിടെ അത് പാതിരാജാവുക നീട്ടി വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ അവിടെ അപ്പം ദ്വാരക്കുമ്പോൾ അത് ഉത്തരം കിട്ടുക ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളെ പ്രശ്നങ്ങൾ സമസ്യങ്ങളെല്ലാം കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെല്ലാം ഇജാബത്ത് റബ്ബുൽ വക്കൽ കിട്ടുള്ളതായ നിരീക്ഷിക്കുന്നതായ ചില സമയമായിട്ട് കിട്ടും. പാതിരാജാവും നിസ്കാരത്തിൽ ഉള്ള ദുആ, നിസ്കാരത്തിൽ ഉള്ളതായ ദുആത്ത് പല ആൾമാർക്കും അത് അശ്രദ്ധമായിട്ട് കിട്ടും. ചില ആൾമാർ എണിച്ച് പോകണ്ടേ, ചിലന്മാർ ഇമാം ദ്വാരക്കും ഇടമായിക്കടെ ഗഫലത്തിലിക്കടെ അങ്ങനെല്ലാവത്തില്ല നല്ല അച്ചടക്കത്തോട് കൊടുത്തിട്ട് ഇമാം ദ്വാരക്കടെ ദുആത്ത് ഞങ്ങൾ ആമീൻ ചെന്നെങ്കിൽ അവിടെ ഉത്തരം കിട്ടുക യാറെ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയത്ത് ഉത്തരം കിട്ടും നമുക്ക് ആശ്വാസ തന്നിട്ട് വാഗ്ദാനാക്കിയിട്ട്. ജനാമത്തെ മുഅ്മിനീങ്ങളെല്ലാവരും വന്നിട്ട് പള്ളിയിൽ വന്നിട്ട് അള്ളാഹു സുജൂദിട്ടിട്ട് എല്ലാവരും തെച്ചിട്ട് ഒരു ഇമാമു ദ്വാരക്കർ ആ ഇമാമിൻ്റെ പിറത്തുള്ള ആമീൻ ചൊല്ലുക. ഈ ആമീൻ ചൊല്ലുമ്പോൾ എത്രമാ സ്വാലിഹിങ്ങ ആ കൂട്ടത്തിൽ ഇക്കിടാറ്. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല സ്വാലിഹായ മനുഷ്യരെ ആമീൻ ചൊല്ലലോട് കൂടെ എല്ലാവർക്കും അതിലെ ഫലം കിട്ടുക ചാൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല, ആ 5 വക്തിൽ ദുആത്തിൽ അധികരിച്ചിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നിട്ട് വാരിതായ ദുആയിട്ട് ഞങ്ങൾ ദ്വാരക്കുന്നത് ഹദീസിൽ വന്ന ദുആ, പലപ്പോൾ ഹദീസിൽ വന്ന ദ്വാരക്കുമ്പോൾ ഉത്തരം കിട്ടുക യാറായിട്ട് ചാൻസ് ഇല്ല. ചെന്നെങ്കിൽ അള്ളാഹുടെ എന്തൊരു കേൾക്കണോ ചൊല്ലത് അത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ അതിന് ഗൊന്തുള്ള ആൾ. അപ്പോൾ ആ നബി തങ്ങ നിസ്കാരത്തിൽ ദ്വാർന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ ദ്വാർന്നതായ ദുആ ഞങ്ങൾക്ക് നബി തങ്ങ പടിപാട്ടി തന്നിട്ട് ആ ദുആ ഞങ്ങൾ ദ്വാരക്കുമ്പോൾ യാറെ ഉത്തരം കിട്ടത് മഹസൂറായ ദുആത്ത് യാറെ ഇജാബത്ത് കിട്ടുക ചാൻസ് ഉണ്ടുകൊണ്ട് അയിമത്ത് നിങ്ങൾക്ക് പടിപാട്ടി തന്നതാണ്. അപ്പോൾ നിസ്കാരത്തിൽ ദുആ 3 ബെനിഫിറ്റായിട്ട് കിടല്ലേ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നത് ആ സമയം. രണ്ടാമത്തത് ആ ചെല്ലതായ ആമീൻ ചെല്ലതായ മഅ്മൂനിങ്ങളുടെ കൂട്ടത്തിൽ നല്ല ആൾമാറിക്കുവാറ്. എന്ന് മാത്രമല്ല, ഇമാം പള്ളിയുടെ ഇമാമും ചൊല്ലുമ്പോൾ അയാളൊരു സാധാരണ ആളല്ലേ, അയാളൊരു നല്ല മനുഷ്യമായിട്ട് ഒട്ടാശി ബടക്ക് മനുഷ്യർ ആറ് ഇമാമായിട്ട് നിപ്പാട്ടിലല്ലേ. അപ്പോൾ അയാളുടെ ദുആത്ത് ഞങ്ങൾ ആമീൻ ചൊല്ലുമ്പോൾ അവിടെയും നമുക്ക് ഉത്തരം കിട്ടുക ചാൻസ് ഉണ്ട്. എന്ന് മാത്രമല്ല, ആ ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തന്നതായ ദുആ
ദ്വാർന്നെങ്കിൽ അതും ഉത്തരം കിട്ടുമോ ചാൻസ് ഉണ്ട്. അപ്പോൾ നിസ്കാരത്തിൽ പിന്നെ ഉണ്ടാവുന്നതായ ആ ദ്വാ ഒരിക്കലും ഞങ്ങൾ കൊത്തിരതിരെ നിസ്സാറായി കാണണ്ട. ഇന്ന് ചില ആൾമാർ അതെല്ലാം ഇല്ല ചെന്നിട്ട് ദീനിൽ ഇല്ലാത്തത് പുതിയ ആചാരമുണ്ടല്ലോ ചെന്നിട്ട് വെറുതെ മനുഷ്യന്മാരുടെ ഇടയിൽ പിന്നെ ഒగ్గട്ട് തകർക്കുള്ളതായ പ്രയത്നമാക്കിടാറ്. നിസ്കരിക്കുമ്പോൾ നമുക്ക് ഒരു ഇമാമുടെ പിറത്തു നിസ്കരിക്കുക ആവുള്ളൂ. എല്ലാവരും നിസ്കരിച്ചാൽ പിന്നെ എണിച്ചിട്ട് പോക്കും അല്ലെങ്കിൽ എണിച്ചിട്ട് നിസ്കരിക്കടേ. ഇതെല്ലാം ചീരെ മുസ്ലിമിൻ്റെ ഇടയിലുള്ളതായ ഒగ్గട്ട് തകർക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു അഗത്യത്തുക എണിച്ച് പോകേണ്ടത് വേറെ വിഷയം. പിന്നെ അതൊരു വിദഅത്ത് പുതിയ ആചാരം ചെന്നിട്ട് എണിച്ച് പോകേണ്ടത് മാത്രം വലിയ ധിക്കാറായിട്ട്. കാരണം എന്താ ഒരു വിദഅത്താക്കടെ ഇമാമുടെ പേർത്ത് നിസ്കരിക്കാവുള്ളൂ. എന്നിട്ട് അയാളുടെ ആ ദുആ അത് വിദഅത്ത് ചെന്ന് എണിച്ച് പോകണമെന്നെങ്കിൽ അവൻ്റെ നിസ്കാരത്തെ അവസ്ഥ എന്തിറപ്പേ. അത്തരം പോലും ബോധമില്ലാത്ത ചില ആൾമാരായിട്ട് കിടാറ്. അപ്പോൾ ചില ആൾമാർ ചില മക്കത്തിൽ അത് ഇല്ലാണ്ട് മക്കത്തിൽ പലതും ഇല്ലാത്ത കൊണ്ടുള്ള ദീനിലില്ലാണ്ട് അവിടെ അല്ലെങ്കിൽ മക്കത്തിൽ പലതും ഉണ്ടു. അത് ഉള്ളത് കൊണ്ട് ദീനിൽ അത് ഉണ്ടുണ്ടാവിടെ. ഒരു പക്കത്തിൽ നോക്കിയിട്ടാണ് ഞങ്ങൾ ദീൻ്റെ തീരുമാനിക്കടേ. മക്കത്തിൽ ഇന്നും പോലും ഒരു ഇമാം നിസ്കരിക്കുമ്പോൾ അയാളെ പേരത്തിൽ അള്ളാഹു അക്ബർ ചൊല്ലുമ്പോൾ പിന്നെ ഒരാൾ അള്ളാഹു അക്ബർ ഉണ്ടാക്കിയിട്ട് മുബല്ലിഗായിട്ട് കാര്യനിർവഹനാക്കട് ആനാക്കടെ. സമി അള്ളാഹു ലിമൻ ഹമിദാലും റബ്ബനാ ലക്കൽ ഹംദ് ചൊല്ലാറ്. റിയലായിട്ട് ആ ശൈലി ഞങ്ങൾ കൂടെ പോകണ്ടമാ ഇല്ല. കാരണം അത് ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ പിന്നെ അത് ചെയ്യാനാക്കിയത് ചെന്നെങ്കിൽ ആൾമാർക്ക് ഇമാമുടെ സൗണ്ട് കേൾക്കില്ല. അതുകൊണ്ട് പേരൊത്തൊരാൾ ഇമാം ചെന്ന പോലെ ജോ സൗണ്ടിൽ ചെന്നെങ്കിൽ എല്ലാവരും കേൾക്കട്ട് ചൊല്ലി ഒരു വ്യവസ്ഥയിലായിട്ടിട്ട് അതാക്കിയിട്ട്. പക്ഷേ ഇതിൻ്റെ അത് ആവശ്യമുണ്ടാ. ഇതിപ്പോൾ പിന്നെ ഈ സ്പീക്കറെല്ലാം വന്നാൽ പിന്നെ എല്ലാവരും കേൾക്കടല്ലേ. എല്ലാവരും കേൾക്കിട്. ഒരു ഇമാമ് നിസ്കരിപ്പാട്ടും കിലോമീറ്റർ ഘട്ടൽ ദൂരത്തുള്ള ആൾമാരും കേൾക്കിട്. പക്ഷേ ഇന്നും അത് മക്കത്തിൽ നടപ്പിലാക്കിക്കൊണ്ട് വന്നിട്ടുള്ളാറ്. അത് ഇന്നും നിപ്പാടിയിട്ടുള്ളത് അതെന്ത് അത് പണ്ടത്തെ ഒരു റൂഢി ഇപ്പം ഇന്ന് നിപ്പാട്ട സമല്ല ചൊല്ല ഉദ്ദേശം. അപ്പോൾ ആവശ്യമില്ലെങ്കിലും അത് അങ്ങനെ കണ്ടിന്യൂ ആയിട്ടുണ്ടു. അപ്പോൾ അത് ഇപ്പം ഞങ്ങളെ പള്ളിയിലും ഇപ്പം ഞങ്ങൾ നടപ്പിലാക്കണമില്ല. കാരണം അത് ആവശ്യമില്ല. അപ്പോൾ ചിലതെല്ലാം റൂഢിയായിട്ട് വന്ന ചില ആരാധനങ്ങൾ ഇബാദത്ത് നിൽക്കരുത്. അത് ആവശ്യമില്ലെങ്കിലും അതിങ്ങനെ നമുക്ക് അത് റൂഢിയായിട്ട് വന്നതല്ലേ എന്ന നിലയ്ക്ക് അതിലെ ഒരു ദീനായിട്ട് പിന്നെ അതിനെ പരിഗണിക്കരുത്. അത് വാടിക്കായിട്ടിക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ പിന്നെ മഹാന്മാരുടെ മുഖാന്തര സ്വഹാബത്തിൻ്റെ മുഖാന്തര ഈ ഭാഗത്തിലേക്ക് ദീൻ എത്തിരും. ആ ദീൻ എത്തുപാടി തന്നെ സ്വഹാബത്ത് എന്താക്കേണ്ടിരുന്നാറ് നിസ്കരിച്ചിട്ട് പിന്നെ ദ്വാർന്നിട്ടിരുന്നാറ്. ബാക്കി ഞങ്ങൾക്ക് ആമീൻ ചൊല്ലോ പരിപാട്ടിരുന്നാറ്. അത് ഞങ്ങൾക്ക് റൂഢിയായിട്ട് ഇപ്പം അത് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതിന് നിപ്പാട്ടൊരു വിഷയമില്ല. അത് അങ്ങനെ കണ്ടിന്യൂ ആയിട്ടിക്കട്. അല്ലാണ്ട് പിന്നെ അതൊരു നല്ല കാര്യമായത് കൊണ്ട് അത് നിപ്പാട്ടില്ല. ഏതുപോലെ ഹറമിൽ ഇപ്പോഴും എന്താക്കിയിട്ടില്ല ആ മുബല്ലിഗുടെ ആ ജോറായിട്ട് ചെല്ലാളെ ഇന്നും അങ്ങനെ എന്താക്കിയിട്ടില്ല എടുത്തിട്ടില്ല. അത് ഇക്കട്ടും പണ്ട് റൂഢിയായിട്ട് വന്നതല്ലേ. അതുപോലെ അത് ഒരു നല്ല കാര്യമായത് കൊണ്ട് അങ്ങനെ നിപ്പാട്ടില്ലാറ്. അതുപോലെ ഞങ്ങളും അങ്ങനെ അത് റൂഢിയായിട്ട് പോയിട്ടുണ്ട്. നിസ്കാരത്തിൽ പിന്നത്തെ ദുആ അല്ല. അതെല്ലാം വിധേയത്ത് അത് തീരാതെ അനാശാര ചെന്നിട്ട് എണിച്ച് പോകേണ്ടത് വാസ്തവത്തിൽ അങ്ങ് സമൂഹത്തിൽ അങ്ങ് വടക്കം ഉണ്ടാക്കലല്ലാണ്ട് അതുപോലെ മനുഷ്യന്മാരുടെ പരസ്പരം എന്തെങ്കിലും ഈ വിഷയത്തിൽ വിവാദം ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമുദായത്തെ വടക്കാക്കടെ ഒരു ഉദ്ദേശമല്ലാണ്ട് വേറെന്തോ അതിന് പിന്നിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഇജാബത്ത് നൽകപ്പെട്ട മുഅ്മിനീങ്ങളുടെ കൂട്ടത്തെ അല്ലാഹു നാളെ പെടുത്തുന്ന അനുഗ്രഹിക്കട്ട്. പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലെ ആ വിശ്വാസ ആദർശത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹു ഞങ്ങൾക്കും ഞങ്ങളെ എല്ലാ പരിവാരത്തും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി